അപ്പോൾ ഇന്ന് പത്രവിശേഷങ്ങൾ കാര്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എനിക്കൊപ്പം ഉള്ളത് ER രാഗേഷ് ആണ്. ER, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. എന്തൊക്കെയാണ് പത്രവിശേഷങ്ങൾ? ലോകകപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്, ഒപ്പം പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളുണ്ട്. ഏതായാലും വിശദമായി തന്നെ നമുക്ക് നോക്കാം. ഇന്ന് മലയാള മനോരമ ഇറങ്ങിയിട്ടുള്ളത് ഓൾ ദ ബെസ്റ്റ് തഹ്സീൻ എന്ന തലക്കെട്ടോടുകൂടി മലയാളി താരത്തിൻ്റെ മത്സരത്തിന് അദ്ദേഹത്തിന് ആശംസകൾ നേർന്നുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഖത്തറിൻ്റെ മത്സരം വരാൻ പോവുകയാണ്. ലോകകപ്പ് ഇന്ന് രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലൻഡ് മത്സരമാണ്. അപ്പോൾ അതിൽ ചരിത്രം കുറിക്കാൻ ഖത്തർ ടീമിലെ മലയാളി തഹ്സീൻ എന്ന വാർത്തയാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുള്ളത് മലയാള മനോരമ. ഏതായാലും അദ്ദേഹത്തിൻ്റെ ചിത്രം ഉൾപ്പെടെ ലോകകപ്പ് ടീമിലെത്തുന്ന ആദ്യ മലയാളി ടീം ഖത്തർ, വയസ്സ് 19, ഉയരം 1.66 മീറ്റർ, പൊസിഷൻ സ്ട്രൈക്കർ, വിങ്ങർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദാംശങ്ങളൊക്കെ തന്നെ നൽകിക്കൊണ്ടാണ് ഏതായാലും മലയാള മനോരമ ഒന്നാം പേജിൽ തന്നെ ചിത്രം സഹിതം വാർത്ത നൽകിയിട്ടുള്ളത്. ഒപ്പം മറ്റു വാർത്തകളിലേക്ക് വന്നാൽ പങ്കാളിത്ത പെൻഷൻ പുതുക്കും എന്ന വാർത്തയാണ് വലിയ പ്രാധാന്യത്തോടു കൂടി ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളത് മലയാള മനോരമ. ബഡ്ജറ്റ് അഷ്വർഡ് പെൻഷൻ പദ്ധതി ഉപേക്ഷിച്ചേക്കും എന്ന കാര്യം കൂടി അതിനകത്ത് ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ജസ്പാൽ റാണയുമായി ബന്ധപ്പെട്ട് വാർത്ത, ഇന്ത്യയുടെ ഷൂട്ടിംഗ് ഇതിഹാസത്തിൻ്റെ വിയോഗ വാർത്ത ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ജസ്പാൽ റാണ അന്തരിച്ചു, മറഞ്ഞു ഷൂട്ടിംഗ് സ്റ്റാർ എന്നാണ് അതിന് തലക്കെട്ട് മലയാള മനോരമ നൽകുകയും ചെയ്തിട്ടുള്ളത്. മറ്റു പേജുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളുണ്ട്. അതിൽ തന്നെ നമ്മുടെ വോട്ടും BJP ചോർത്തി എന്നാണ് മലയാള മനോരമയുടെ വലിയ പ്രാധാന്യത്തോടു കൂടി ഉൾപേജിൽ നൽകിയിട്ടുള്ള വാർത്ത. അതിൽ തന്നെ CPM റിപ്പോർട്ട്, പാർട്ടി വോട്ട് ചോർന്നെന്ന് കുറ്റസമ്മതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. BJP രണ്ടാമതെത്തിയത് പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലാണ് എന്ന് CPM വിലയിരുത്തുമെന്ന വാർത്ത കൂടിയുണ്ട്. ഒപ്പം കിട്ടിയത് ഏറ്റവും കുറഞ്ഞ വോട്ട് തിരിച്ചു വരുമെന്നും ഗോവിന്ദൻ എന്ന് MB ഗോവിന്ദൻ്റെ പ്രതികരണം സഹിതം ഒരു ബോക്സ് വാർത്തയായി കൂടി നൽകിയിട്ടുണ്ട് ഏതായാലും മലയാള മനോരമ. ഒപ്പം ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിലെ പ്രതിസന്ധി തന്നെയാണ് ഏറ്റവും വലിയ വാർത്തയായി നൽകിയിട്ടുള്ളത്. ലോക്സഭാ സ്പീക്കറെ കാണുമെന്ന് തൃണമൂൽ വിമതർ, 19 പേരുടെ ഒപ്പുകളുള്ള കത്ത് പുറത്ത്, ദേശീയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓഫീസും മാറ്റി എന്ന വാർത്ത കൂടി നൽകിയിട്ടുണ്ട്. കായിക പേജിലേക്ക് വരുമ്പോൾ ബ്രസീലുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ്. ഏതാണ്ട് എല്ലാ പത്രങ്ങളിലും ആ വാർത്തയുണ്ട്. അതിൽ തന്നെ ബ്രസീൽ വരുന്നു എന്ന വാർത്ത നൽകിയിട്ടുണ്ട് മലയാള മനോരമ. നാളെ പുലർച്ചെ 3:30 ബ്രസീൽ മൊറോക്കോ മത്സരം. ഒപ്പം തന്നെ വിനീഷ്യസിൻ്റെ ചിത്രം സഹിതമാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഒപ്പം കമോൺ ഖത്തർ എന്ന വാർത്ത കൂടി നൽകിയിട്ടുണ്ട് മലയാള മനോരമ. ഇനി അവിടെ നിന്ന് മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുള്ളത് മാതൃഭൂമി. പശ്ചിമേഷ്യയിൽ സമാധാനം ഉടൻ എന്ന വാർത്ത എന്നാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. ഒപ്പം ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രതികരണം കൂടി നൽകിയിട്ടുണ്ട്. ആണവായുധമുണ്ടാക്കാൻ ഒരിക്കലും ശ്രമിക്കില്ലെന്ന് ഇറാൻ ഉറപ്പ് നൽകി, അതായിരുന്നു യുദ്ധത്തിൻ്റെ ലക്ഷ്യം ഡൊണാൾഡ് ട്രംപ് എന്ന് ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം കൂടി ചേർത്തിട്ടുണ്ട്. ഇതിനു മുൻപ് കരാറിനോട് ഇത്രയധികം അടുത്ത് എത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞ പ്രതികരണം കൂടി നൽകിയിട്ടുണ്ട്. ഒപ്പം മീനാക്ഷി നടരാജൻ്റെ ഹർജി സുപ്രീം കോടതി തള്ളി, കോൺഗ്രസ് ഉണ്ടായിട്ടുള്ള തിരിച്ചടിയാണ് ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളത് മാതൃഭൂമി. ജസ്പാൽ റാണയുടെ വിയോഗ വാർത്ത, വിട ജസ്പാൽ എന്ന തലക്കെട്ടിലും ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ സ്പേസ് എക്സ് IPO ഇലോൺ മസ്ക് ആദ്യ ട്രില്യണയർ എന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത് മാതൃഭൂമി. മസ്കിൻ്റെ മൂല്യം 1 ലക്ഷം കോടി കടന്നു എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. നേട്ടമുണ്ടാക്കുന്നവർ ആര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്ത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം മറ്റു പേജുകളിലേക്ക് വരികയാണെങ്കിൽ അവിടെ അഭിഭാഷക നിയമനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നൽകിയിട്ടുള്ളത് മാതൃഭൂമി. സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ പ്രോസിക്യൂട്ടറാക്കി, വിവാദം പുകയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ ഹൈക്കോടതിയിലെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്രോസിക്യൂട്ടറായി നിയമിച്ചത് വിവാദമായി എന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത്. ഇതുകൂടാതെ 170 ലോക്സഭാ മണ്ഡലങ്ങൾ വിഭജിക്കാൻ ശുപാർശ എന്ന വാർത്ത കൂടി, ദേശീയ വാർത്ത കൂടി വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുണ്ട് ഏതായാലും മാതൃഭൂമി. കായിക പേജിലും തീർച്ചയായും അവിടെയും ബ്രസീലുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. ഒപ്പം ഖത്തറിൻ്റെ മത്സരം നടക്കുകയാണ്, അതിന് ഉള്ള മലയാളി താരത്തിനുള്ള ആശംസ അടക്കം സഹിതമാണ് ഏതായാലും മാതൃഭൂമിയും കായിക പേജ് തീർച്ചയായും കൈകാര്യം ചെയ്തിരിക്കുന്നത്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനിയിൽ
മറ്റ് എന്താണ് തീർച്ചയായും ഈ വിവാദങ്ങളെയൊക്കെ തന്നെ എങ്ങനെ ദേശാഭിമാനി കാണുന്നു എന്ന് നോക്കാം. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസാണ് ലീഡ് വാർത്തയായി അവർ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രതിഭാഗം വക്കീലിനി ദേവസ്വം വക്കീൽ എന്നാണ് അതിന് തലക്കെട്ട്. നിയമിച്ചത് VD സതീശൻ നേരിട്ടാണെന്ന് കൂടി ദേശാഭിമാനി പറയുന്നു. കൈയൊഴിഞ്ഞ് ദേവസ്വം മന്ത്രി എന്നാണ് അതിൻ്റെ ഉപ തലക്കെട്ടുകളൊക്കെ ആയി തന്നെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒരു കാർട്ടൂൺ കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. K മുരളീധരനൊക്കെ തന്നെ അതിൽ കാണുകയും ചെയ്യാം. കൂടാതെ നിപ്പ ബാധിതൻ അതീവ ഗുരുതരാവസ്ഥയിൽ എന്ന വാർത്ത കൂടി നൽകിയിട്ടുണ്ട്. ഷിഗില്ല ഇരട്ടി വർധന, സ്ഥിതി ഗുരുതരം എന്നാണ് ദേശാഭിമാനി പറയുകയും ചെയ്യുന്നത്. ദേശാഭിമാനിയിൽ തന്നെ മറ്റു വാർത്തകളിലേക്ക് വന്നാൽ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2 വാർത്തകൾ ദേശാഭിമാനി വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുണ്ട്. ഒന്ന്, അയോധ്യ ഫണ്ട് വെട്ടിപ്പ് BJP പ്രതിക്കൂട്ടിൽ എന്നുള്ള വാർത്തയാണ്. ബ്രിജ്ഭൂഷണെ തൊടാതിരുന്ന് തട്ടിപ്പ് പുറത്താകുമെന്ന് ഭയന്ന് കോടികളുടെ വെട്ടിപ്പ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന ആവശ്യം ഉയരുന്നു എന്നാണ് നൽകിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ അയോധ്യ രാമക്ഷേത്രത്തിൽ ലഭിച്ച കോടിക്കണക്കിന് രൂപ വെട്ടിച്ച സംഭവത്തിൽ ഉത്തരമില്ലാതെ BJP എന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത്. രണ്ടാമതായി, പ്രതിപക്ഷ ഐക്യത്തിന് കത്തിവെച്ച് രാഹുലിൻ്റെ അധിക പ്രസംഗം എന്നാണ് ദേശാഭിമാനി പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇന്നലെയാണ് കോൺഗ്രസ് ഏതായാലും പുറത്തുവിട്ടത്. പിണറായിയുമായി രാഷ്ട്രീയ സംഘർഷം കെട്ടിപ്പിടിക്കില്ല, രാഹുലിൻ്റെ മറുപടി പുറത്തുവിട്ട് കോൺഗ്രസ്. നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കാൻ കിട്ടിയ ഒരവസരവും രാഹുൽ ഒഴിവാക്കിയിട്ടുമില്ല എന്നുകൂടി ദേശാഭിമാനി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം നേരത്തെ പറഞ്ഞ പോലെ ബ്രസീലുമായി ബന്ധപ്പെട്ട വാർത്തകൾ എന്തായിരിക്കും തലക്കെട്ട് എന്ന് കൂടി നോക്കാം നമുക്ക്. കാനറിക്ക് കാർലോ എഞ്ചിൻ എന്നാണ് ബ്രസീൽ നാളെ ഇറങ്ങുമ്പോൾ ഏതായാലും ദേശാഭിമാനി നൽകിയിരിക്കുന്ന തലക്കെട്ട്. ബ്രസീൽ നാളെ കളത്തിൽ പുലർച്ചെ 3:30 മൊറോക്കോയോടാണ് മത്സരം. ലോകകപ്പിൽ ആദ്യ വിദേശ കോച്ച് എന്നുകൂടി പറഞ്ഞിരിക്കുന്നു ദേശാഭിമാനി. അവിടെ നിന്ന് വീക്ഷണത്തിലേക്ക് വരുമ്പോൾ വീക്ഷണം തീർച്ചയായും സമാധാനം എന്ന തലക്കെട്ടോടു കൂടിയാണ് വാർത്ത നൽകിയിട്ടുള്ളത്. ഇറാനെതിരായ US ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയാണ് വാർത്ത നൽകിയിട്ടുള്ളത്. രണ്ടാമതായി, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വീക്ഷണം നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് ഒരു പ്രതിരോധ പ്രസ്ഥാനം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി അങ്ങനെ സൂചിപ്പിച്ചിരുന്നു. അതാണ് ഏതായാലും വീക്ഷണം തലക്കെട്ടാക്കിയിട്ടുള്ളത്. ഒപ്പം തെളിവുകൾ ചാമ്പലാക്കിയോ എന്നൊരു വാർത്ത കൂടി വീക്ഷണം നൽകുന്നുണ്ട്. കാരണം കൊൽക്കത്തയിലെ സർക്കാർ കെട്ടിടത്തിൽ വൻ തീപിടുത്തം, 4000 EVMകൾ കത്തി നശിച്ചതായി റിപ്പോർട്ട് എന്ന വാർത്ത കൂടി 1-ാം പേജിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൂടാതെ വീണ വന്നേ തീരൂ എന്നുകൂടി വീക്ഷണം തലക്കെട്ട് നൽകിയിട്ടുണ്ട്. കാരണം വീണയെ വിടാതെ ഇടി, വീണയ്ക്ക് വീണ്ടും സമൻസ്, ബുധനാഴ്ച ഹാജരാകാൻ നിർദ്ദേശം എന്നാണ് നൽകിയിട്ടുള്ളത്. ജന്മഭൂമിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ജന്മഭൂമി ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുള്ളത് 170 ലോക്സഭാ മണ്ഡലങ്ങൾ വിഭജിക്കാൻ ശുപാർശ എന്നുള്ള വാർത്തയാണ്. കേരളത്തിലെ മണ്ഡലങ്ങളുടെ എണ്ണം കൂടുന്ന വാർത്ത കൂടി ജന്മഭൂമി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് 30 ആകുമെന്ന് കൂടി ജന്മഭൂമി പറയുന്നു. കൂടാതെ വീണ്ടും ED സമൻസ്, വീണ ബുധനാഴ്ച ഹാജരാകണം എന്നുകൂടി 1-ാം പേജിൽ നൽകിയിട്ടുണ്ട് ജന്മഭൂമി. അവിടെ നിന്ന് ചന്ദ്രികയിലേക്കും ഒപ്പം തന്നെ മാധ്യമത്തിലേക്കും വരാം. ചന്ദ്രികയിലേക്ക് വരുമ്പോൾ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു വാർത്തയാണ് ചന്ദ്രിക അവരുടെ പ്രധാനപ്പെട്ട വാർത്തയായി, ലീഡ് വാർത്തയായി നൽകിയിട്ടുള്ളത്. മമതയും പവാറും കോൺഗ്രസിൽ ലയിക്കുമോ എന്നാണ് വാർത്തയാണ്. ആ വാർത്തയാണ് നൽകിയിട്ടുള്ളത് ചന്ദ്രിക 1-ാം പേജിൽ. അഭ്യൂഹങ്ങൾ ശക്തമാണ്, സൂചന നൽകി നാനാ പട്ടോൾ, പ്രതികരിക്കാതെ മറ്റു നേതാക്കൾ എന്നുകൂടി പറഞ്ഞിരിക്കുന്നു. ഇടക്കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി രൂപീകരിച്ച മമതാ ബാനർജിയും ശരത് പവാറും മാതൃ പാർട്ടിയിൽ തിരിച്ചെത്തുമോ എന്ന ചോദ്യത്തോടു കൂടിയാണ് വാർത്ത തുടങ്ങുന്നത് തന്നെ. ഏതായാലും ജന്മഭൂമിയും വീണയുമായി ബന്ധപ്പെട്ട വാർത്ത, ചന്ദ്രികയും വീണയുമായി ബന്ധപ്പെട്ട വാർത്ത 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ യുദ്ധവിരാമം എന്ന തലക്കെട്ടോടു കൂടിയാണ് 1-ാം പേജിൽ ഏതായാലും മാധ്യമം തലക്കെട്ട് പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്ത നൽകിയിട്ടുള്ളത്. പശ്ചിമേഷ്യയിൽ സമാധാന കരാറിന് ധാരണയായെന്ന് ട്രംപ്, ശരിവെച്ച് ഇറാൻ. പ്രാഥമിക കരാർ തിങ്കളാഴ്ചയോടെ യാഥാർത്ഥ്യമായേക്കും. ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞു, ആശ്വാസത്തോടെ ഗൾഫ് രാജ്യങ്ങൾ എന്ന വാർത്ത അറിയിച്ചു. ഒപ്പം പ്രതിപക്ഷ വിമർശനം കടുത്തതോടെ കപ്പലാക്രമണത്തിൽ US വീണ്ടും പ്രതിഷേധം അറിയിച്ചു ഇന്ത്യ എന്ന വാർത്ത കൂടി നൽകിയിട്ടുണ്ട് ഏതായാലും മാധ്യമം. ഒപ്പം ടൗൺ ടു ടൗൺ സൗജന്യം എന്ന വാർത്ത കൂടി നൽകിയിട്ടുണ്ട് 1-ാം പേജിൽ. അതായത് സ്ത്രീകളുടെ സൗജന്യ യാത്ര ടൗൺ ടു ടൗൺ ബസ്സിലും എന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത് മാധ്യമം. KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര നടത്തുന്ന സ്ത്രീകൾക്ക് 0 ടിക്കറ്റ് നൽകും എന്ന കാര്യം കൂടി അതിനകത്ത് ആ വാർത്തയ്ക്കകത്ത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കായിക പേജിലേക്ക് വന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന മെക്സിക്കോയുടെ മത്സരം, അതായത് ഉദ്ഘാടന മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയാണ്. അതിന് നൽകിയിരിക്കുന്ന തലക്കെട്ട് തീർച്ചയായും കൗതുകരമാണ്. കാരണം തൂക്കി ചുവന്ന കാർഡുകളോടെ എന്നാണ് നൽകിയിട്ടുള്ളത്. കാരണം താരങ്ങൾക്ക്, 2 ടീമിലെയും താരങ്ങൾക്ക് അവിടെ റെഡ് കാർഡ് കിട്ടി. ഡീഗോദിച്ച
ആസ്റ്റിക്കയിൽ മെക്സിക്കൻ ഡാൻസ് ആദ്യ മത്സരത്തിൽ റെഡ് കാർഡ് പ്രളയം എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ഒപ്പം ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോയുടെ ഗോൾ നേടിയ റൗൾ ജിമിനസിന്റെ ആഹ്ലാദം, ആ വലിയ ചിത്രസഹിതം ഏതായാലും ആ വാർത്ത നൽകിയിട്ടുണ്ട് മാധ്യമം. അവിടെ നിന്ന് ദീപികയിലേക്ക് വരുമ്പോൾ ദീപിക നൽകിയിട്ടുള്ള വാർത്ത ഇന്ധന വിതരണത്തിൽ നിയന്ത്രണമുണ്ട് എന്നുള്ള വാർത്തയാണ് ഒന്നാം പേജിൽ വലിയ പ്രാധാന്യത്തോടു കൂടി ദീപിക നൽകിയിട്ടുള്ളത്. അതായത് രാജ്യത്തെ ഇന്ധനക്ഷാമവും പൂഴ്ത്തിവയ്പ്പും തടയുന്നതിന് വ്യാവസായിക വാണിജ്യ സ്ഥാപനങ്ങൾ, ഉപഭോക്താക്കൾ റീറ്റെയിൽ പെട്രോളിയം പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തി എന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത്. ദിവസവും പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ നൽകാവൂ എന്ന നിർദ്ദേശം കൂടി ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട് ദീപിക. ഒപ്പം സ്ത്രീകളുടെ സൗജന്യ യാത്ര 3125 ഓർഡിനറി ബസ്സുകളിൽ എന്ന വാർത്തയാണ് ഒന്നാം പേജിൽ ദീപിക നൽകുകയും ചെയ്തിട്ടുള്ളത്. എഡിറ്റ് പേജുകൾ പരിശോധിക്കുകയാണെങ്കിൽ, എഡിറ്റോറിയൽ പേജ് പരിശോധിക്കുകയാണെങ്കിൽ മാധ്യമം പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പനിക്കിടക്കയിലാണ് കേരളം എന്ന കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് മാധ്യമം ഏതായാലും എഡിറ്റ് പേജ് എഴുതിയിരിക്കുന്നത്. കാരണം അതൊക്കെയാണ് തീർച്ചയായും ഇന്നത്തെ പത്രവാർത്തകൾ. വീണ്ടും സേതുലക്ഷ്മിയിലേക്ക്. ഓക്കെ, ശരി. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ